കൈമുറിയല്ലേ? വെൽക്കം ബാക്ക് ഡിയേഴ്സ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. നാട്ടില് ബന്ധും ഹർത്താലും ഒക്കെ ആയല്ലേ. ഇവിടെ പക്ഷെ ഞാൻ അങ്ങനെ ഒന്നും കേട്ടിട്ടേ ഇല്ല കേട്ടോ. വലിയ രീതിയിൽ അതൊന്നും ബാധിക്കാറില്ലെന്നേ. രാക്കെ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ വന്നിട്ട് നമ്മുടെ ഉള്ളി അരിഞ്ഞ് തന്നിട്ട് പോവുക കേട്ടോ. രാത്രി ചിക്കൻ കറി വെക്കാനുള്ള നമ്മുടെ മിക്സിയിൽ പെട്ടെന്ന് അങ്ങ് ആകും. ഒത്തിരി ഉള്ളി ഉണ്ടെങ്കിലേ നമുക്കിങ്ങനെ ചെയ്തിട്ട് കാര്യമുള്ളൂ. കുറച്ചൊക്കെ ആണെങ്കിൽ നമുക്ക് കൈകൊണ്ട് അരിയുന്നതാണ് നല്ലത്. ഇതിപ്പോൾ ഒരു 4-5 ഉള്ളി ഞാൻ എടുത്ത് കഴുകിയിട്ട് അത് പൊളിച്ച് കഴുകി കൊടുത്തു. അത് പെട്ടെന്ന് റെഡിയാക്കി തരിക. സംഭവം കഴിഞ്ഞു. നല്ല നൈസായിട്ട് നമുക്ക് റെഡിയാക്കി കിട്ടി. ചപ്പാത്തി മാവും ഉള്ളി അരിഞ്ഞതും ക്യാബേജും അതൊക്കെ പെട്ടെന്ന് ഇതിനകത്ത് റെഡിയാക്കി കിട്ടും കേട്ടോ. ചിക്കൻ കറിക്ക് വേണ്ടിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ചിക്കൻ ഐസ് മാറാനായിട്ട് വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. വേണ്ട, ഞാൻ എടുത്തോളാം. ബ്ലേഡ് നല്ല ഷാർപ്പാട്ടോ. ഞാൻ മാറ്റിക്കൊള്ളാനൊക്കെ കുഴപ്പമില്ല. അപ്പോൾ രാക്കെ ബ്ലേഡ് മാറ്റിയിട്ടേ കഴുകി വെച്ചിട്ട് പോവുക. കാരണം രാക്കയ്ക്ക് പേടിയാ. അത് ഞാനെങ്ങാനും തൊട്ട്, കാരണം അങ്ങനെ മൂർച്ചയുണ്ടേ. ചെറുതായിട്ടൊന്ന് തൊട്ടാലും നമ്മുടെ കൈ മുറിഞ്ഞ് ഒരു പ്രാവശ്യം ചെറുതായിട്ടൊന്ന് എനിക്കിങ്ങനെ തട്ടിയത് തന്നെ ഇങ്ങനെ രക്തം നിൽക്കാതെ വന്നേ. ബ്ലേഡ് കഴുകി വെച്ചിട്ട് പോവുക രാക്കെ. അപ്പോൾ നമ്മുടെ ഉള്ളി സെറ്റായിട്ടുണ്ട്. നല്ല നൈസായിട്ട് സ്ലൈസ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. കുറച്ച് വലിയ ഉള്ളിയായിരുന്നു കേട്ടോ ഞാൻ കൊടുത്തത്. ചിക്കൻ കറിക്ക് കുറച്ച് ഉള്ളി ഇല്ലെങ്കിൽ ഒരു ടേസ്റ്റും ഇല്ല. 1-2 ഉള്ളിയൊക്കെ ആണെങ്കിലേ നമുക്ക് പെട്ടെന്ന് അങ്ങ് കട്ടിംഗ് ബോർഡ് വെച്ച് അരിഞ്ഞെടുക്കാമല്ലോ. ഇത് കറിക്കാകുമ്പം ഇത് കുറച്ച് ക്വാണ്ടിറ്റിയും കാണും ഇതിനകത്ത് നമുക്ക് അടിച്ചെടുക്കുവാണെങ്കിൽ. അപ്പോൾ മഴ ഇവിടെ ഇങ്ങനെ പെയ്യും നിൽക്കും, ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇന്നത്തെ നമ്മുടെ ഫ്രൂട്ട് ഓഫ് ദ ഡേ മാംഗോ സഫേദ. സംഭവം നമ്മൾ പീസ് ചെയ്യുമ്പോൾ വലിയ കളറില്ലെങ്കിലും നല്ല തേൻ മധുരമായിട്ടുണ്ട് കേട്ടോ. നല്ല മധുര, നാക്കിലിട്ടാൽ തന്നെ അലിഞ്ഞു പോകുന്ന മധുര. എന്താണോ നമ്മുടെ സീസണൽ ഫ്രൂട്ട് അത് മാക്സിമം നമ്മൾ കഴിക്കുക. അത് തന്നെ ആയിരിക്കും നല്ലത്. അപ്പോൾ ഇപ്പം മാങ്ങ തീരാറായി, ഞാൻ എപ്പോഴും കാണിക്കാറുണ്ടല്ലോ. അപ്പം നമ്മുടെ ചിക്കൻ കറി അങ്ങ് വെച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങ് സ്കൂളിൽ നിന്ന് വന്നിട്ടില്ല. അപ്പോൾ ഇപ്പോഴേ അങ്ങ് വെച്ച് വെച്ചാൽ രാത്രിയിലും ആവും, പിറ്റേ ദിവസം അവന് ടിഫിനിലും കൊടുത്തയക്കാം. അപ്പോൾ അതേ ഉള്ളി നമുക്ക് വഴറ്റിയെടുക്കാം. പിന്നെ ഞാൻ ഫ്രഷായിട്ട് നമ്മുടെ കറിവേപ്പില ഒടിച്ചെടുത്തോണ്ട് വന്നു. നല്ല മഴയൊക്കെ കിട്ടിയോണ്ടേ നമ്മുടെ കറിവേപ്പ് തളിർത്തിട്ടേ നല്ല സൂപ്പർ ഇലയായിട്ടുണ്ട്. നല്ല മണവുമാണ്. അപ്പോൾ ഞാൻ ലാവിഷായിട്ട് ഇപ്പോൾ കറിവേപ്പില ചേർക്കും. അപ്പോൾ ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മുടെ കറിവേപ്പില എല്ലാം കൂടെ വഴറ്റി നമ്മുടെ പൊടികളും ഒക്കെ ഇട്ടിട്ട് ചിക്കൻ തട്ടിയിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങിയെങ്കിലും ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്തു, കാരണം ഒരു ഗ്രേവിക്ക് വേണ്ടി. ഇത് ഞാൻ തുറന്നിട്ടിട്ട് തന്നെയാണ് വേവിക്കുന്നത് കേട്ടോ. ഞാൻ കുക്കറിൽ അടച്ചല്ല വേവിക്കുന്നത്, കാരണം കുറച്ച് ടൈം എടുക്കുമെങ്കിൽ അതാ ടേസ്റ്റ്. അപ്പോൾ അതേ നമ്മുടെ അങ്ക് വന്നിട്ടുണ്ടേ സ്കൂളിൽ നിന്ന്. അപ്പോൾ അവൻ ദൂരെ നിന്ന് ചിക്കൻ കറിയുടെ മണം കേട്ടിട്ടാണ് സന്തോഷമായിട്ട് വരുന്നത്. സത്യം പറയാം, ചിക്കൻ ഡിന്നറിന് വേണ്ടിയാണ്. ലഞ്ച് നമ്മുടെ പച്ചക്കറിയൊക്കെ ഇട്ടിട്ട് ഞാൻ സാധാരണ കുറേ വട്ടം കാണിച്ചിട്ടുണ്ടല്ലോ. ഒരു 1 പോട്ട് മീൽ പോലെ ഒരു റൈസ് അതാ ഉണ്ടാക്കി വെച്ചേക്കുന്നത്, അതും സാലഡും. അപ്പോൾ അതേ കൊടുക്കുന്നുള്ളൂ. ഡിന്നറും പിന്നെ പിറ്റേ ദിവസം രാവിലെയും സ്കൂളിലേക്ക് അവൻ ചിക്കൻ തന്നെയാണ്, അതുകൊണ്ട് ഇപ്പോൾ കൊടുക്കുന്നില്ല. എന്തായാലും അവൻ കുളിച്ച് റെഡി ആയതേ ട്യൂഷന് പോയി ഇറങ്ങുക. അവൻ്റെ ട്യൂഷൻ ടീച്ചറിൻ്റെ വീട് മാറിയിട്ട് നമ്മുടെ തൊട്ട് ബാക്കിലെ ബ്ലോക്കിലായി. ഇപ്പം നമ്മുടെ ഇതിലേക്കൂടെ അങ്ങ് ഇറങ്ങി ഞാൻ കാണിച്ചു തരാം അവൻ ഇറങ്ങുമ്പോൾ ആ ബ്ലോക്കാണ്. അപ്പോൾ പിന്നെ മഴയൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ വലിയ ടെൻഷനില്ല, സുഖമായിട്ട് പോകും. നേരത്തെ കുറച്ച് ബാക്കിലോട്ട് നടക്കണമായിരുന്നു. 1, 2, 3 ഒരു ഓൾമോസ്റ്റ് ഒരു 3 ബ്ലോക്കോളം കഴിഞ്ഞിട്ടായിരുന്നു അവൻ്റെ നേരത്തെ ട്യൂഷൻ ക്ലാസ്. 5:02 ആയി, 5 മണി കഴിഞ്ഞ്. വെയിലുണ്ടല്ലേ ഇപ്പം അല്ലേ? നല്ല വെയിലുണ്ടല്ലോ. ചെന്ന അപ്പോൾ ഇതേ നേരെ ആ കാണുന്ന ബിൽഡിംഗ് ആണ്, നടുക്കെല്ലാം മിഡിലുള്ള ആ ഫ്ലോറാണ് എൻ്റെ ട്യൂഷൻ ടീച്ചറിൻ്റെ വീട്. അപ്പോൾ ഇന്ന് നല്ല വെയിലുണ്ട് കേട്ടോ. 5 മണി കഴിഞ്ഞിട്ടും നല്ല രീതിയിൽ വെയിലിങ്ങനെ നിൽപ്പുണ്ട്. നല്ല സുഖമുണ്ട് കേട്ടോ അവിടെ നിന്നപ്പോൾ. ഇടയ്ക്കൊക്കെ സൂര്യൻ വന്നാലേ ഒരു ഐശ്വര്യമുള്ളല്ലേ. എപ്പോഴും മഴയും ഇങ്ങനെ ഇരുണ്ട് കിടന്നാലൊരു സുഖമില്ല. അപ്പോൾ ആകാശത്ത് നല്ല ഭംഗിയുള്ള മേഘവും കാര്യങ്ങളും ഒരു ഐശ്വര്യമുണ്ട് കാണാനേ. ഇനി ഡിന്നറിന് എന്തായാലും ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇടിയപ്പം ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. നാട്ടിൽ നിന്ന് ഞാൻ നല്ല ചുമന്ന അരി, ചെമ്പാവരി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ,
അതിൻ്റെ പൊടി ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. കുറേ അരിപ്പൊടിയൊക്കെ വാങ്ങിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ ഏവീസ് എന്ന് പറഞ്ഞ് ഞാൻ നേരത്തെയും പറഞ്ഞില്ലേ, അപ്പോൾ അവരുടെയാണ് ചുമന്ന ഇടിയപ്പത്തിൻ്റെ പൊടി. കണ്ടോ, എനിക്ക് ഒത്തിരി ഇഷ്ടം കേട്ടോ ഈ ഇടിയപ്പം, ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കുറച്ച് മാവെടുത്തു, അതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് കുഴച്ച് വെച്ചിട്ട് നമുക്ക് പിഴിഞ്ഞ് വെച്ചാൽ മതി. സാധാരണ പോലെ തന്നെ, പിഴിയാനൊന്നും പാടുണ്ടായിരുന്നില്ല. നല്ല ടേസ്റ്റായി ഇടിയപ്പം. എനിക്ക് വെള്ളക്കാട്ടി ഇതാണ് ഇഷ്ടം. അതെ, അത് നമുക്ക് വെച്ചെടുക്കാം കേട്ടോ. ലാസ്റ്റ് ഒരു കൊഴക്കട്ട പോലെ നടുക്ക് വെച്ചിട്ടുണ്ട് ബാക്കി വന്ന മാവ്. ഒരു അരമണിക്കൂറിനകം നമ്മുടെ ഇടിയപ്പം വെന്ത് കിട്ടും. സെറ്റായി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ കറിയുടെ കൂടെ ഇന്ന് ഈ ഇടിയപ്പം കേട്ടോ. പിന്നെ ആസ് യൂഷ്വൽ ഞാൻ ഡിന്നറിന് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഉണക്കമുന്തിരി ഇങ്ങനെ കുതിർത്ത് വെച്ചിട്ട് അത് ജ്യൂസ് അടിച്ച് ഞങ്ങൾ കുടിക്കാറുണ്ട് രാത്രി കിടക്കുന്നതിന് മുന്നേ. അതും ദേ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഡിന്നറും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് ഒരു ദിവസം അങ്ങനെ അങ്ങ് പോയിട്ടോ. അപ്പോൾ പുറത്ത് വീണ്ടും മഴ ചാറി തുടങ്ങി. ഇലയുടെയൊക്കെ നിഴലൊക്കെ കാണാം. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. നമ്മുടെ പാല് കാച്ചി വരുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ ഒന്ന് തിളക്കട്ടെന്ന് വിചാരിച്ചു. പിന്നെ അങ്കുൻ്റെ ടിഫിൻ ഞാൻ കഴിഞ്ഞ ദിവസം ചിക്കൻ കുറച്ച് മാറ്റി വെച്ചത് അത് ചൂടാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 പറാട്ട പോലെ നമ്മുടെ ചപ്പാത്തിയുടെ മാവ് ഞാൻ കുഴച്ച് വെച്ചത് അതും വെച്ച് കൊടുത്തു. പിന്നെ ഡേറ്റ്സും പിന്നെ വെള്ളവും. അങ്ങനെ അവൻ്റെ ടിഫിൻ റെഡിയാക്കി. അവന് ഈ ചിക്കനാണ് ഏറ്റവും ഇഷ്ടം സ്കൂളിൽ കൊണ്ടുപോകാൻ. ഇവിടെ സ്കൂളിൽ ചിക്കൻ കൊണ്ടുപോകൂടായിരുന്നു, പക്ഷേ ഇപ്പോൾ അവർക്ക് പെർമിഷൻ കൊടുത്തു. അപ്പോൾ പിന്നെ അവൻ പറയും എന്നും എനിക്ക് ചിക്കൻ വെച്ചാൽ മതി മാന്ന്. അല്ലാതെ നമ്മൾ ഈ കറിയൊക്കെ കൊടുത്താലേ പകുതിയും കൊണ്ടുവരും. ചിക്കനാണെങ്കിൽ അവനെല്ലാം കഴിക്കുകയും ചെയ്യും. എന്നും ഇല്ലെങ്കിലും ഉള്ള ദിവസം കൊടുത്തു വിടും കേട്ടോ. അവൻ ഒന്നാമത് ബ്രേക്ക്ഫാസ്റ്റും കഴിക്കാതല്ലേ സ്കൂളിൽ പോകുന്നേ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും കഴിക്കാനല്ലേ, അങ്ങനെ അങ്ങ് അത് കൊടുത്തു വിടും കേട്ടോ. മാക്സിമം ചിക്കനുള്ള ദിവസം കുറച്ച് മാറ്റി വെച്ചാൽ മതിയല്ലോ. അപ്പോൾ അതേ രാക്കി എഴുന്നേറ്റ് അവിടെ ഇരിപ്പുണ്ട്. അങ്കും റെഡിയായി തുടങ്ങുന്നേ ഉള്ളൂ അവൻ കേട്ടോ. ഇന്ന് മടിയുള്ള ദിവസമാണ്. അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റ് ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല, കാരണം ഒരുവിധം നല്ല വെളിച്ചം ഉണ്ടായിരുന്നേ. അപ്പോൾ ഇപ്പം ഇട്ടു. ഞാൻ ഇടാത്തതുകൊണ്ട് ആരും ഇട്ടില്ല. ഇരുട്ടത്ത് സുഖമായിട്ട് എല്ലാവരും ഇരിക്കുമായിരുന്നു. അങ്കും അങ്ങനെ റെഡിയായി ഇറങ്ങി കേട്ടോ. അപ്പോൾ വണ്ടിയിൽ നിന്ന് ഇവിടെ എത്തുന്ന 5 മിനിറ്റ് മുന്നേ നമ്മളെ വിളിക്കും കേട്ടോ. അതേ ഞങ്ങൾ ഗേറ്റ് എത്തിയിട്ടുണ്ട് എന്ന്. അപ്പോൾ ഒരു 5 മിനിറ്റിന് പിന്നെ വരത്തേ ഉള്ളൂ. അപ്പോഴത്തേക്ക് അവൻ സോക്സും ഷൂസും ഒക്കെ ഇട്ട് ഇറങ്ങത്തേ ഉള്ളൂ. അതുപോലെ തന്നെ വൈകുന്നേരം നമ്മളെ വിളിക്കും, നമുക്ക് നോക്കിയിരിക്കാം. അങ്ങനെ അങ്കും ഇറങ്ങി. എനിക്കും രാക്കിക്കുള്ള ചായ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. രാക്കയുടെ ബ്രേക്ക്ഫാസ്റ്റ് ആസ് യൂഷ്വൽ 2 പഴം മുറിച്ചിട്ടിട്ടുണ്ട്. അതിലേക്ക് 2-3 ഡേറ്റ്സ് കുരു മാറ്റി അതും ഇട്ട് കൊടുത്തിട്ട് കുറച്ച് പാലൊഴിച്ച് അടിച്ചെടുക്കാം. നന്നായിട്ട് അത് മിക്സ് ചെയ്തിട്ട് കുറച്ച് പാലും കൂടെ വീണ്ടും ഒന്ന് ചേർത്തിട്ട് നമ്മുടെ ചിയാ സീഡ് ഞാൻ കുതിർത്തി വെച്ചിട്ടുണ്ട്. രാത്രി നന്നായിട്ട് കുതിർന്ന് കിട്ടും. അപ്പോൾ അതെടുത്ത് ഇതിനൊക്കെ ഒഴിച്ചു കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ. ഞാനതിട്ട് അരച്ചെടുക്കുന്നില്ല, കാരണം നന്നായിട്ട് കുതിർന്നാൽ പിന്നെ നമ്മൾ അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ട് കുതിർന്നാൽ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ്. ഇത് കുറച്ച് ഹെവി ആയിട്ട് കിടക്കുമെന്ന് ആരൊക്കെ പറയുന്നത്. എന്തായാലും വലിയ വിശപ്പൊന്നും വരത്തില്ല എന്നും പറയുന്നുണ്ട്. കാരണം ഈ ചിയാ സീഡ് കുറച്ച് നേരം നമ്മുടെ വിശപ്പ് ഇങ്ങനെ പിടിച്ചു നിർത്തുമെന്ന് പറയും. പക്ഷെ നന്നായിട്ട് കുതിരണം കേട്ടോ. ഓവർനൈറ്റ് സോക്ക് ചെയ്തിട്ട് തന്നെ നമ്മളിത് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ചോക്കിങ് ഒക്കെ വരും, പ്രശ്നമാണ്. അങ്ങനെ രാക്കി ഓഫീസിൽ പോയതിന് ശേഷം നമ്മുടെ തുണിയുള്ളത് നനയ്ക്കാനിട്ട് കേട്ടോ. 2 ദിവസം കൂടുമ്പോൾ എന്തായാലും തുണി നനയ്ക്കും, കാരണം യൂണിഫോമും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് പണി കിട്ടും. അല്ലെങ്കിൽ ഒന്നത് മഴയും കൂടെ ഉണങ്ങി കിട്ടിയില്ലെങ്കിൽ നല്ല സ്മെല്ലും ആയിരിക്കും തുണി. അപ്പോൾ എന്തായാലും മാക്സിമം ഞാനങ്ങ് കഴുകിയിടും. ഇപ്പം കുറച്ച് നേരം ഒന്ന് പുറത്തിട്ടിട്ട് പിന്നെ മഴ പെയ്യും, നല്ല മഴയും കാറ്റും ഉണ്ടെങ്കിലേ ഞാൻ അകത്തിടും കേട്ടോ. കാറ്റില്ലെങ്കിൽ പിന്നെ വലിയ ബുദ്ധിമുട്ട് വരത്തില്ല ബാൽക്കണി കിടക്കുമ്പോൾ. കാറ്റുണ്ടെങ്കിലാണ് നമ്മൾ തുണി നമുക്ക് എന്താ പറയുക തൂവാനടിക്കുന്നത്. പക്ഷെ ഇപ്പോൾ വലിയ കാറ്റുള്ള മഴയല്ല കേട്ടോ, നേരെ അങ്ങ് പെയ്തിട്ട് നിൽക്കുന്നൊരു മഴയാണ്. എന്തായാലും നന്നായി. ഇടയ്ക്ക് ഇടിയും മിന്നലൊക്കെ ഉണ്ട്, കുടുക്കൊക്കെ കേൾക്കാം. അപ്പോൾ ഇനി നമ്മുടെ ഡേ തുടങ്ങിയിട്ടേ ഉള്ളൂ. ലഞ്ച് ഉണ്ടാക്കണം, പിന്നെ ഇനി ഡിന്നർ എന്താണെന്ന് കരുതണം. അങ്ങനെ കുറേ കാര്യങ്ങൾ. പിന്നെ പിറ്റേ ദിവസം സ്കൂളും ഓഫീസും ഒക്കെ ഉണ്ട്. അപ്പോൾ സ്കൂളിലെ ടിഫിൻ വീണ്ടും ഒരേ റൂട്ടീനുകൾ ഇങ്ങനെ മാറി മാറി
വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ ഒരു ബാസ്ക്കറ്റ് ഉണ്ട് കേട്ടോ, അതിലിട്ട് വെച്ചേക്കും. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഓരോന്ന് സാധനം തപ്പുമ്പോഴാണ് ഓരോന്ന് കിട്ടുന്നത്. ചിലപ്പോൾ നമ്മൾ വാങ്ങിച്ചിട്ടിട്ട് മറന്നു പോകും, ചിലപ്പോൾ അത് ഇല്ലയെന്ന് പറഞ്ഞ് വീണ്ടും വാങ്ങും. പിന്നെ ആയിരിക്കും നമ്മുടെ കണ്ണിൽ അയ്യോ ഇത് ഉണ്ടായിരുന്നോ എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അതൊന്ന് തപ്പി നോക്കും എന്തൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ ഇന്ന് തപ്പിയപ്പോൾ ദേ ഒരു സോൻ പാപ്പടിയുടെ ഒരു പെട്ടി കിടക്കുന്ന കണ്ടു. ഇത് നമുക്കിവിടെ വന്ന ആരോ ഗിഫ്റ്റ് കൊണ്ടുവന്നതാ വീട്ടിൽ വന്നപ്പോൾ. അപ്പോൾ അത് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും പൊട്ടിച്ച് കഴിക്കണം. ഇപ്പോൾ വലിയ മധുരം കഴിപ്പ് രാക്കെ അധികം ഇല്ല കേട്ടോ, ഈ വണ്ണം വെക്കുന്നുണ്ട്. രാക്കയായിരുന്നു നേരത്തെ മധുരം കൂടുതൽ കഴിക്കുന്നത്. പിന്നെ അങ്കുവിന് ഞാൻ പൊട്ടിച്ച് കൊടുത്താൽ അവൻ കണ്ടാൽ കഴിക്കുമല്ല, അവനായിട്ട് എടുത്ത് കഴിക്കണമെങ്കിൽ അവൻ്റെതായ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും അതെടുത്ത് മുകളിലോട്ട് ഇട്ടു, മറക്കണ്ടല്ലോ. പിന്നെ ഞാൻ കുറച്ച് വൈറ്റ് പീസ്, അതിവിടെ എല്ലാവർക്കും ഇഷ്ടം കേട്ടോ. നമ്മുടെ ഗ്രീൻ പീസിനെ കാട്ടി വൈറ്റ് പീസാണ് ഇഷ്ടം. അപ്പോൾ അത് ഞാൻ കുറച്ച് കുതിരാൻ വെച്ചിട്ടുണ്ട്, രാത്രി ഡിന്നറിന് അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് സംഭവം. നമ്മുടെ ആമസോൺ വഴി ഓൺലൈൻ വഴിയാണ് വാങ്ങുന്നത്. ഇവിടുത്തെ ശർമാജിയുടെ കടയിൽ ഈ വൈറ്റ് പീസ് കിട്ടാൻ പാടാണ്, വളരെ റെയറാണ് ഇത് കിട്ടുന്നത്. ഇതും നമ്മുടെ വെള്ളപ്പയറൊക്കെ വളരെ റെയറായിട്ടാണ് കിട്ടുന്നത്. പച്ചപ്പയറും നമ്മുടെ ഗ്രീൻ പീസും ഒക്കെ ഇവിടെ അവൈലബിളാണ്. ഇത് വളരെ റെയറായിട്ടാണ് വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഓൺലൈനിൽ പെട്ടെന്ന് കിട്ടുമല്ലോ, അപ്പോൾ അങ്ങനെ ഓർഡർ ചെയ്ത് വാങ്ങുന്നതാണ്. അപ്പോൾ ഇന്ന് എന്തായാലും അതും ചപ്പാത്തി അങ്ങനെ ഉണ്ടാക്കി പിറ്റേ ദിവസം അങ്കുവിന് ടിഫിനിലും അതങ്ങ് ആകുമല്ലോ. അപ്പോൾ അങ്ങനെ കരുതി അതിപ്പോഴേ വെള്ളത്തിൽ ഇട്ടാലേ അത് കുതിരത്തുള്ളൂ, കുറച്ച് കുതിരണമല്ലോ ഈ ഗ്രീൻ പീസും കടലയൊക്കെ. പിന്നെ നമ്മുടെ മെയ്ഡ് വന്നിട്ട് കിച്ചണിൽ കയറി നമ്മുടെ ലഞ്ച് ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് വെയിറ്റ് ചെയ്തു. അങ്ങനെ നമ്മുടെ മെയ്ഡും വന്ന് പോയതിന് ശേഷം ദേ നമ്മൾ കയറിയിട്ടുണ്ട് നമ്മുടെ ലഞ്ചിൻ്റെ പരിപാടിക്കായിട്ട്. സോനാ മസൂരി റൈസ് ആസ് യൂഷ്വൽ തിളയ്ക്കുന്നുണ്ട്. പിന്നെ ഒരു സിമ്പിൾ ചുരക്കി ഇട്ടിട്ടൊരു ദാല്, നമ്മുടെ ചെറുപയർ പരിപ്പില്ലേ അതും ചുരക്കയും കൂടി ഇട്ടിട്ട്. ഇവിടെ ഇത് ലോക്കി ദാൽ എന്നൊക്കെ പറഞ്ഞ് മിക്ക ദിവസം ഇവിടുത്തുള്ള വീടുകളിൽ ഉണ്ടാക്കുന്ന സംഭവമാണിത്. ഇത് നമ്മുടെ ചോറും വാർത്ത് വെച്ചിട്ടുണ്ട്, നമ്മുടെ ദാലും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ തുണി അപ്പോൾ വിരിക്കണം. മഴ ഇന്ന് അങ്ങനെ അങ്ങ് പെയ്തിട്ടില്ല, ചെറിയൊരു ചാറ്റൽ മഴ പോലെ ഉണ്ടായിരുന്നു, പക്ഷേ അത് പിന്നെ പെയ്തില്ല കേട്ടോ. അപ്പോൾ എന്തായാലും എടുത്ത് വിരിക്കുകയാണ്. മെഷീനിൽ കിടന്നിട്ടും കാര്യമില്ല, അതെപ്പോഴും ഇങ്ങനെ ടെൻഷനാണ്, എപ്പോൾ വിരിക്കണം. അകത്തും വിരിക്കാനൊരു മനസ്സമാധാനമൊക്കെയാണ്. അപ്പോൾ എന്തായാലും വിരിക്കുക. ഹിമാചലിലൊക്കെ ഇവിടെ പ്രളയമാണ് കേട്ടോ, കുറേ പേര് മരിച്ചു എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിന് ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു ഇവിടെ ഇങ്ങനെ മഴ. ഏറ്റവും കൂടുതൽ ഈ വർഷമാണ് മഴ കിട്ടിയത്. ഞാൻ നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം മഴ തോന്നിട്ടേ ഇല്ല, നല്ലൊരു വെയിൽ ശരിക്കും കണ്ടില്ല എന്ന് തന്നെ പറയാം. ഞാനിപ്പം കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചില്ലേ വൈകുന്നേരം 5 മണിക്കൊരു വെയിൽ, അതുപോലെ ഇടയ്ക്ക് ഒരു വെയിൽ വരും, പിന്നെ സൂര്യൻ എങ്ങോട്ടോ പോവും. ശരിക്കും ഈ പകല് സമയം ഭയങ്കര റെയറാട്ടോ, ഒരു വൈകുന്നേരം ഉച്ചയ്ക്ക് ശേഷമാണ് വെയിലുണ്ടെങ്കിൽ വരുന്നത്. അപ്പം എന്തായാലും ദേ പടപടേന്നങ്ങ് വിരിക്കുകയാണ് നമ്മുടെ തുണികൾ. അപ്പം ഞാനിപ്പോൾ ഇന്ന് ഇട്ടേക്കുന്ന ഈ ഡ്രസ്സ് നമ്മുടെ കലക്കുഞ്ഞ് തയ്ച്ചതെന്ന് ഞാൻ നാട്ടിൽ പോയപ്പോൾ കാണിച്ചില്ലേ 3 എണ്ണം ഇതുപോലെ തയ്ച്ചെന്ന്. ഈ കാലാവസ്ഥയ്ക്ക് പറ്റിയ തുണിയാട്ടോ, നമ്മുടെ നാട്ടിലെ നൈറ്റിയുടെ പോലത്തെ തുണിയാണ്, സോഫ്റ്റ് കോട്ടൺ. അപ്പോൾ ഇടാൻ എന്ത് സുഖമാണെന്നറിയാമോ. അപ്പോൾ ഇത് കഴുകിയിട്ട് ഉണങ്ങിയാൽ വീണ്ടും അത് തന്നെ എടുത്തിടും, കാരണം എൻ്റെ ഒരു ഫേവറേറ്റ് ഡ്രസ്സായിട്ട് മാറിയിരിക്കും ഇപ്പോൾ ഇത്. അപ്പോൾ അതേ പുറത്ത് ഉണ്ടോ നല്ല പച്ചപ്പായിട്ട് വെയിലൊന്നും ഇല്ലാതെ ശാന്തമായി കിടപ്പുണ്ട് നമ്മുടെ പ്രകൃതി. എന്തായാലും തുണി എടുത്ത് വിരിച്ച് കുറച്ച് നേരം അവിടെ കിടക്കട്ടെ. ഞാൻ പറഞ്ഞ പോലെ വലിയ കാറ്റും മഴ വല്ലതും ഉണ്ടെങ്കിൽ അകത്തിടും, ഇല്ലെങ്കിൽ അവിടെ തന്നെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. എന്തായാലും ഇതുവരെ നമ്മുടെ ഉച്ച വരെയുള്ള പണി ഒരുവിധം ഒതുങ്ങിയപ്പോൾ ഒരു ആശ്വാസമായി. ഇനി കുറച്ച് നേരം ഒന്ന് നടു നീർത്തി ഇരിക്കട്ടെ. ലാസ്റ്റ് ബ്ലോഗിൽ നമ്മൾ കേരളത്തിലോട്ടുള്ള നമ്മുടെ റോഡ് ട്രിപ്പിൽ ഗോവ എത്തിയതൊക്കെയാണ് ഞാൻ കാണിച്ചത്. അപ്പോൾ ഗോവയിൽ നിന്ന് ഇറങ്ങി അപ്പം ഗോവയിൽ കൂടെ തന്നെയാണ് പോകുന്നത് കേട്ടോ. നമ്മൾ കേരളത്തിലൂടെ പോകുന്ന ഒരു ഫീലാന്ന് പറഞ്ഞില്ലേ, ദേ നിങ്ങൾ തന്നെ നോക്കിയിട്ട് പറഞ്ഞേ, നമ്മുടെ നാട്ടിലൂടെ പോകുന്ന ഒരു ഫീലില്ലേ, ആ പാടവും കാര്യങ്ങളൊക്കെ. നമ്മൾ സൗത്തിലോട്ട് കയറുമ്പോൾ ഓൾമോസ്റ്റ് ഇങ്ങനെ സ്ഥലങ്ങളുണ്ടെങ്കിലും ഗോവയാണ് കുറച്ചും കൂടെ നമ്മുടെ നാടിനോട് ചേർന്ന് നിൽക്കുന്ന പ്രകൃതി എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് കേട്ടോ. കാരണം വേറെ ഞാൻ ഒരുപാട് സ്റ്റേറ്റ്സിലൂടെ പോയിട്ടുണ്ടെങ്കിലും നമ്മുടെ നാട്ടിൻ്റെ അതേ ഒരു രീതിയിൽ അത് ഗോവയിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. തെങ്ങ് നിൽക്കുന്നതും മൊത്തത്തിൽ, ബാക്കി നമ്മൾ കർണാടക അതുപോലെ തന്നെ ആന്ധ്ര തമിഴ്നാടൊക്കെ തെങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു പ്രകൃതി നേച്ചറായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഗോവ തന്നെയാണ് നമ്മളുമായിട്ട് ഏറ്റവും കൂടുതൽ സാമ്യമുള്ളത്. പിന്നെ കാലാവസ്ഥ, ആ ഒരു സ്മെല്ലും കാര്യങ്ങളും ഒക്കെ. ഫുഡും എനിക്ക് തോന്നുന്നു നമ്മുടെ പോലത്തെ സ്റ്റൂ, നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ സ്റ്റൂവും കൊഞ്ചും ഉണക്കക്കൊഞ്ചിൻ്റെ കറിയൊക്കെ ഞാൻ ഇവിടുന്ന് കഴിച്ചു കേട്ടോ. അപ്പോൾ എനിക്ക് അതേ ടേസ്റ്റ് തന്നെയാണ് തോന്നിയത്. ഞാൻ വീട്ടിൽ നമ്മുടെ അമ്മയൊക്കെ ഉണ്ടാക്കി തരുന്ന ആ ഒരു ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഗോവ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സൗത്ത് ഇന്ത്യ കയറുകയാണ്, കർണാടകയിലോട്ട് കയറുകയാണ്. മംഗലാപുരം വഴി കാസർഗോഡ്, കണ്ണൂർ ആ വഴിയാണ് നമ്മൾ നാട്ടിൽ എത്തിയത്.
കാസർഗോഡും കണ്ണൂരും ഒക്കെ ഞാൻ ആദ്യമായിട്ട് ഈ ട്രിപ്പിലാണ് വന്നത് കേട്ടോ. ഞാൻ കേട്ടിട്ടേ ഉള്ളൂ, ഞാൻ ഈ പ്രാവശ്യമാണ് ശരിക്കും അതുവഴിയൊക്കെ വരുന്നത്. അപ്പോൾ ഈ ഗോവയിലെ പേരുകളൊക്കെ നല്ല രസമാണ് കേട്ടോ കേൾക്കാൻ. ബോർഡിൽ എഴുതി വെക്കുന്നത് നമ്മൾ വായിക്കുമ്പോൾ കണകൊണ, പോണ്ട, കൊറോട്ടി ഇങ്ങനെയൊക്കെ ഒരു വിചിത്രമായ പേരുകളാണ് ഈ ഗോവയിലുള്ളത്. അപ്പോൾ എന്തായാലും നമ്മൾ ഗോവ കഴിഞ്ഞിട്ട് ഇനി കർണാടകയിലോട്ട് കയറുക. അപ്പം നമുക്ക് ഈ കോസ്റ്റൽ റീജിയൻ ആയതുകൊണ്ട് എന്തെങ്കിലും നല്ല മീൻകറി ഒക്കെ കൂട്ടി ചോറോ ഫിഷ് ഫ്രൈ ഒക്കെ കിട്ടുന്ന എവിടെയെങ്കിലും കയറാമെന്ന് വെച്ചിട്ട് നമ്മൾ ഓൾമോസ്റ്റ് ബോർഡർ പോലത്തെ ഒരു സ്ഥലത്താണ് ലഞ്ചിനായിട്ട് നിർത്തിയത് കേട്ടോ. അതേ കോസ്റ്റൽ എന്നൊക്കെ പറഞ്ഞ് ബോർഡ് കണ്ടു. അപ്പോൾ എന്തായാലും ഫിഷിൻ്റെ ഫോട്ടോ ഒക്കെ കണ്ടു. അപ്പോൾ എന്തായാലും ഇവിടെ ഫിഷ് കിട്ടുമല്ലോ. അപ്പോൾ അങ്കുവിന് നല്ലൊരു ഫിഷ് ഫ്രൈ വാങ്ങിച്ചു കൊടുക്കാം. എനിക്ക് ഫിഷ് കറി കൂട്ടി ചോറ് കിട്ടുമെങ്കിൽ ചോറ് കഴിക്കാം എന്നൊക്കെ വെച്ചിട്ടാണ് അതേ കയറിയത്. അപ്പം നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സംഭവങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടായിരുന്നു. അങ്ങനെ ഓർഡർ കൊടുത്തു. രാഖയെ പറഞ്ഞു രാഖയ്ക്ക് ചില്ലി ഗോപിയും ചപ്പാത്തിയും മതിയെന്ന്. ഞങ്ങൾ പറഞ്ഞു ഓക്കെ. ഞാനൊരു ഫിഷ് കറി, അങ്കു ഒരു ഫിഷ് ഫ്രൈ, രാഖെ ചില്ലി ഗോപി ചപ്പാത്തി. എനിക്ക് ചോറാട്ടോ, അവന് നാൻ മതിയെന്ന് പറഞ്ഞു. നാനല്ല, തന്തൂരി റൊട്ടി. അപ്പോൾ അതേ രാഖയുടെ ചില്ലി ഗോപി കൊണ്ടുവന്നു. കുറേ ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. അത് ഇത്രയും ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റും. പിന്നെ സിമ്പിൾ നമ്മുടെ വീറ്റിൻ്റെ ചപ്പാത്തിയാണ് പറഞ്ഞത്. നമ്മുടെ നാട്ടിലോട്ടൊക്കെ കിട്ടുന്ന പോലത്തെ ചപ്പാത്തി ഉണ്ടല്ലോ, അതാണ് അവർ രാഖയ്ക്ക് കൊണ്ടുവച്ചത് കേട്ടോ. ദേ രാഖയുടെ ചില്ലി ഗോപിയും ചപ്പാത്തിയും, അങ്കുവിൻ്റെ തന്തൂരി റൊട്ടി, അത് കുറച്ച് മൈദ ചേർത്തതാണ്. അത് കളറ് കണ്ടാലേ അറിയാം. എനിക്ക് കുറച്ച് ചോറും വൈറ്റ് റൈസ്, ദേ മീൻ കറിയും. അങ്കുവിനൊരു ഫുൾ ആവോലി ഫിഷ് ഫ്രൈ ദേ കൊണ്ടുവച്ചിട്ടുണ്ട്. ടേസ്റ്റ് നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. വേറെ മസാലകളോ ഒന്നുമില്ല. സിമ്പിൾ മഞ്ഞപ്പൊടി, മുളക് പൊടി, ഉപ്പൊക്കെ ഇട്ട് തിരുമ്മി അവർ ഫ്രൈ ചെയ്ത. പിന്നെ ഞാൻ നമ്മുടെ കിങ് ഫിഷ് ഉണ്ടല്ലോ, സുറുമ, നമ്മുടെ എന്താ പറയുക, നെമ്മീൻ്റെ കറിയായിരുന്നു പറഞ്ഞത് കണ്ടോ. അപ്പോൾ ചോറും മീൻകറിയും ഇങ്ങനെ ഒഴിച്ചിട്ട് കൂട്ടിക്കുഴച്ച് ഞാൻ കഴിച്ചു, ഹാപ്പിയായി. അപ്പോൾ ശരിക്കും വയറും മനസ്സും നിറഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. നല്ല ടേസ്റ്റായിരുന്നു. കുറേ ടണൽസ് ഞാൻ നേരത്തെയും കാണിച്ചിരുന്നല്ലോ നമ്മുടെ ഈ യാത്രയിൽ. ഇനി നമ്മൾ വേറെ എങ്ങുമല്ല, നമ്മുടെ നാട്ടിലായിരിക്കും നിർത്താൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ നിലവിൽ കർണാടക കോസ്റ്റൽ ആ ഒരു ഏരിയയിൽ കൂടെ പോകുന്നത്. ഇനി മംഗലാപുരം, നമ്മുടെ മാംഗ്ലൂർ കയറും. ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ ബൈ ഡിയേഴ്സ്.